ദിനവൃത്താന്തം 1 പുസ്തകം. ആദാം, ഷേത്ത്, ഏനോശ്, കേനാൻ, മഹലലേൽ, യാരേദ്, ഹനോക്ക്, മെഥുശേലഹ്, ലാമക്, നോഹ, ഷേം, ഹാം, യാഫത്ത്. യാഫത്തിന്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്, മാദായി, യാവാൻ, തൂബാൽ, മേശക്, തീരാസ്. ഗൊമേരിന്റെ പുത്രന്മാർ അഷ്കേനസ്, രീഫത്ത്, തോഗർമ. യാവാന്റെ പുത്രന്മാർ എലീശ, തർശീഷ്, കിത്തീം, ദോദാനീം. ഹാമിന്റെ പുത്രന്മാർ കൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. കൂശിന്റെ പുത്രന്മാർ സെബ, ഹവീല, സബ്ത, രമ, സബെഖ. രമയുടെ പുത്രന്മാർ ഷെബ, ദദാൻ. കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ആദ്യത്തെ വീരനായിരുന്നു. മിസ്രയീമോ ലൂദീം, അനാമീം, ലഹാബീം, നഫ്തൂഹീം, പത്രൂസീം, കസ്ലൂഹീം. ഇവരിൽ നിന്ന് ഫെലിസ്ത്യർ ഉത്ഭവിച്ചു. കഫ്തോരീം എന്നിവരെ ജനിപ്പിച്ചു. കനാൻ തന്റെ ആദ്യജാതനായ സീദോൻ, ഹേത്ത്, യബൂസി, അമോരി, ഗിർഗശി, ഹിവ്വി, അർക്കി, സീനി, അർവാദി, സമാരി, ഹമാത്തി എന്നിവരെ ജനിപ്പിച്ചു. ഷേമിന്റെ പുത്രന്മാർ ഏലാം, അശൂർ, അർപ്പക്ഷദ്, ലൂദ്, അരാം, ഊസ്, ഹൂൾ, ഗേഥർ, മേശക്. അർപ്പക്ഷദ് ഷേലഹിനെ ജനിപ്പിച്ചു. ഷേലഹ് ഏബരിനെ ജനിപ്പിച്ചു. ഏബരിന് 2 പുത്രന്മാർ ജനിച്ചു. ഒരുത്തന് പേലഗ് എന്നു പേർ. അവന്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞുപോയത്. അവന്റെ സഹോദരന് യൊക്താൻ എന്നു പേർ. യൊക്താനോ അൽമോദാദ്, ഷേലഹ്, ഹസർമാവത്ത്, യാരഹ്, ഹദോരാം, ഊസാൽ, ദിക്ല, ഏബാൽ, അബിമായേൽ, ഷെബ, ഓഫീർ, ഹവീല, യോബാബ് എന്നിവരെ ജനിപ്പിച്ചു. ഇവരെല്ലാവരും യൊക്താന്റെ പുത്രന്മാർ. ഷേം, അർപ്പക്ഷദ്, ഷേലഹ്, ഏബർ, പേലഗ്, രയു, ശെരൂഗ്, നാഹോർ, തേരഹ്, അബ്രാം. ഇവൻ തന്നെ അബ്രഹാം. അബ്രഹാമിന്റെ പുത്രന്മാർ ഇസ്ഹാഖ്, ഇഷ്മായേൽ. അവരുടെ വംശപാരമ്പര്യമാവിത്. ഇഷ്മായേലിന്റെ ആദ്യജാതൻ നെബായോത്ത്, കേദാർ, അദ്ബയേൽ, മിബ്ഷാം, മിഷ്മ, ദൂമ, മസ്സ, ഹദദ്, തേമ, യതൂർ, നാഫീഷ്, കേദമ. ഇവർ ഇഷ്മായേലിന്റെ പുത്രന്മാർ. അബ്രഹാമിന്റെ വെപ്പാട്ടിയായ കൈതൂറായുടെ പുത്രന്മാർ സിമ്രാൻ, യൊക്ഷാൻ, മേദാൻ, മിദ്യാൻ, യിഷ്ബാക്, ശൂവഹ് എന്നിവരെ അവൾ പ്രസവിച്ചു. യൊക്ഷാന്റെ പുത്രന്മാർ ഷെബ, ദദാൻ. മിദ്യാന്റെ പുത്രന്മാർ ഏഫ, ഏഫർ, ഹനോക്ക്, അബീദ, എൽദായ. ഇവരെല്ലാവരും കെതൂറായുടെ പുത്രന്മാർ. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു. ഇസ്ഹാക്കിന്റെ പുത്രന്മാർ ഏശാവ്, ഇസ്രായേൽ. ഏശാവിന്റെ പുത്രന്മാർ എലീഫാസ്, യെരൂവേൽ, യെയൂഷ്, യലാം, കോരഹ്. എലീഫാസിന്റെ പുത്രന്മാർ തേമാൻ, ഓമാർ, സെഫിഗഥാം, കെനസ്, തിമ്ന, അമാലേക്. രയൂവേലിന്റെ പുത്രന്മാർ നഹത്ത്, സേറഹ്, ഷമ്മ, മിസ്സ. സേയീരിന്റെ പുത്രന്മാർ ലോതാൻ, ശോബാൽ, സിബയോൻ, അന, ദീശോൻ, ഏസർ, ദീശാൻ. ലോത്തോന്റെ പുത്രന്മാർ ഹോരി, ഹോമാം. തിമ്ന ലോത്താന്റെ സഹോദരിയായിരുന്നു. ശോബാലിന്റെ പുത്രന്മാർ അലീയാൻ, മാനഹത്ത്, ഏബാൽ, ഷെഫി, ഓനാം. സിബയോന്റെ പുത്രന്മാർ അയ്യ, അന. അനായുടെ പുത്രന്മാർ ദീശോൻ. ദീശോന്റെ പുത്രന്മാർ ഹംറാൻ, എഷ്ബാൽ, യിത്രാൻ, കെരാൻ. ഏസരിന്റെ പുത്രന്മാർ ബിൽഹാൻ, സാവാൻ, യാക്കാൻ. ദീശാന്റെ പുത്രന്മാർ ഊസ്, അരാൻ. ഇസ്രയേൽ മക്കളെ, രാജാവ് വാഴും മുമ്പേ ഏദോം ദേശത്ത് വാണ രാജാക്കന്മാർ ആരെന്നാൽ ബെയോരിന്റെ മകനായ ബേല. അവന്റെ പട്ടണത്തിന് ദിൻഹാബ എന്നു പേർ. ബേല മരിച്ച ശേഷം ബൊസ്രക്കാരനായ സേരഹിന്റെ മകൻ യോബാബ് അവനു പകരം രാജാവായി. യോബാബ് മരിച്ച ശേഷം തേമാദേശക്കാരനായ ഹൂശാം അവനു പകരം രാജാവായി. ഹൂശാം മരിച്ച ശേഷം ബദദിന്റെ മകൻ ഹദദ് അവനു പകരം രാജാവായി. അവൻ മോവാബ് സമഭൂമിയിൽ മിദ്യാനെ തോൽപ്പിച്ചു. അവന്റെ പട്ടണത്തിന് അവീത്ത് എന്നു പേർ. ഹദദ് മരിച്ച ശേഷം മസ്രേക്കാരനായ സമ്ല അവനു പകരം രാജാവായി. സമ്ല മരിച്ച ശേഷം നദീതീരത്തുള്ള രഹാബോത്ത് പട്ടണക്കാരനായ ശൌൽ അവനു പകരം രാജാവായി. ശൌൽ മരിച്ച ശേഷം അക്ബോരിന്റെ മകൻ ബൽഹാനാൻ അവനു പകരം രാജാവായി.
ബൽഹാനാൻ മരിച്ച ശേഷം ഹദദ് അവന് പകരം രാജാവായി. അവന്റെ പട്ടണത്തിന് പായി എന്നും ഭാര്യയ്ക്ക് മെഹേത്തബേൽ എന്നും പേർ. അവൾ മേസാഹാബിന്റെ മകളായ മത്രേദിന്റെ മകളായിരുന്നു. ഹദദും മരിച്ചു. എദ്യോമ്യ പ്രഭുക്കന്മാരാവിത്: തിമ്ന പ്രഭു, അല്യ പ്രഭു, യഥേത്ത് പ്രഭു, ഒഹലീബാമ പ്രഭു, ഏലാ പ്രഭു, പീനോൻ പ്രഭു, കെനസ് പ്രഭു, തേമാൻ പ്രഭു, മിബ്സാർ പ്രഭു, മഗ്ദിയേൽ പ്രഭു, ഈരാം പ്രഭു. ഇവരത്രേ എദോമ്യ പ്രഭുക്കന്മാർ.